फिर रात 1 बजे से 2 बजे तक वो लोग गया, लेकिन हमको मालूम नहीं है उतना। पुलिस कंप्लेन किया, पुलिस अभी देखता है, लेकिन अभी तक कुछ पता नहीं। വില്യാപ്പള്ളി മയ്യന്നൂരിൽ നിന്നും 2 ഇതര സംസ്ഥാന സ്വദേശി പെൺകുട്ടികളെ കാണാതായതായി പരാതി. വടകര പോലീസ് അന്വേഷണം തുടങ്ങി. ബംഗാളി സ്വദേശിനികളായ 12ഉം 16ഉം വയസ്സുള്ള പെൺകുട്ടികളെയാണ് ഞായറാഴ്ച മുതൽ വില്യാപ്പള്ളി മയ്യന്നൂരിലെ താമസ സ്ഥലത്ത് വച്ച് കാണാതായത്. ബംഗാളി സ്വദേശി സാബിർ ഷെയ്ഖിന്റെ മകൾ നർഗിസ് ഖാദ്, ഭാര്യയുടെ ബന്ധു രശ്മി മോനി എന്നിവരെയാണ് കാണാതായത്. സാബിർ ഷെയ്ഖും ഭാര്യയും 20 വർഷത്തോളമായി കൃഷിപ്പണി ചെയ്ത ഇവിടെ താമസിച്ചു വരികയാണ്. കുട്ടികളുടെ മൊബൈൽ ലൊക്കേഷൻ ഡൽഹി കേന്ദ്രീകരിച്ചാണെന്ന് മനസ്സിലായതോടെ പോലീസ് അന്വേഷണം ഡൽഹിയിലേക്ക് വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഉറങ്ങാൻ കിടന്ന കുട്ടികളെ പുലർച്ചെയോടെ കാണാതാവുകയായിരുന്നുവെന്ന് രക്ഷിതാവ് പറഞ്ഞു. രാത്രി ഉറങ്ങിയ സമയത്ത് 8 മണിക്ക് ആ സമയത്ത് പണിക്ക് ജോലിക്ക് ഇവിടെ ഒന്നുമില്ല. അപ്പോൾ ജോലിക്ക് പോകണം, അവിടെ കൽക്കത്തയിൽ പോകണം. പിന്നെ കൽക്കത്ത പോകുന്ന പണിക്ക്, പിന്നെ ഓലെ പണിക്ക് കൽക്കത്ത പോയില്ല. പിന്നെ നീ പണിക്ക് ഇവിടെ ഒന്നുമില്ലല്ലോ, നീ നോക്കാനാവില്ല. പിന്നെ കൽക്കത്ത പോകണം. ഓലെ പപ്പ ഉമ്മ ഓലെ ഭയങ്കര പ്രശ്നമാണ്. ഓലെ പണിക്ക് അവനെ കുട്ടികളെ അങ്ങോട്ട് തരണം കൽക്കത്തയിൽ. ഈ പണിക്ക് ആയിക്കോട്ടെ. പിന്നെ ഓലക്ക് നീ പണിക്ക് രാവിലെ ടിക്കറ്റ് അടിച്ചിട്ട് പിന്നെ 2 ഉടലെ നമ്മളെ ബൽദി ഓരാൾക്ക് പണിക്ക് നാട്ടിൽ തരണം. പിന്നെ ഓല് രാത്രി 8-9 മണിക്ക് ഉറങ്ങി, 2 പിന്നെ അവിടെ 2 ഉറങ്ങി. പിന്നെ 1 മണി 2 മണിക്ക് ആ സമയത്ത് ഓല് 2 പോയി. രാവിലെ നോക്കുന്ന കണ്ടിട്ട് പിന്നെ അവിടെ ക്യാമറ ഉണ്ടാവില്ല. അതുകൊണ്ട് അവിടുത്തെ പോലീസ് നോക്കി പണിക്ക് 2 മണിക്ക് 1 മണിക്ക് ഈ സമയത്ത് പോവാ. ഒരു 2 എന്തെങ്കിലും കൊണ്ടുപോയിക്കോ? ഡ്രസ് 3-4 റെഡിയാക്കി. ഒരു 2 3 പൈസ 4000. ഓല് ജാസ്തി ഉണ്ടാവും. ഇപ്പോൾ നമുക്കറിയില്ല, പൈസ നീ നോക്കില്ല, ഇത്ര ഉണ്ടാവും. ഓല് ജാസ്തി ഉണ്ടാവും. 4000 ജാസ്തി ഉണ്ട് പൈസ.